സത്യം തന്നെ ഭൂവിൽ പിന്തുടർന്നിടാം. വാനിലങ്ങെ സ്തുതിച്ചിടുമാദരവായി. നിത്യസത്യം തന്നെ ഭൂവിൽ പിന്തുടർന്നിടാം. വാനിലങ്ങെ സ്തുതിച്ചിടും ആദരവായി. ആത്മശക്തിയാൽ അഭിഷേകവും തന്ന് എന്നിൽ ആത്മസന്തോഷം താതൻ പകർന്നു. സുഭാഷിതം. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. Therefore, if the Son makes you free, you shall be free indeed. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 36-ാം വാക്യമാണ് വായിച്ചത്. യേശുവിൽ വിശ്വസിച്ച യഹൂദന്മാരോട് സംസാരിക്കുകയായിരുന്നു യേശു കർത്താവ്. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് യേശു ശിഷ്യത്വവും സ്വാതന്ത്ര്യവും വാഗ്ദാനം ചെയ്യുന്നു. 31-32 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത്, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. യേശുവിന്റെ ശിഷ്യന്മാരായിരിക്കുവാനുള്ള യോഗ്യതയാണ് അവിടുത്തെ വചനത്തിൽ നിലനിൽക്കുക എന്നുള്ളതും സത്യം അറിയുക എന്നുള്ളതും. സത്യം അറിയുമ്പോൾ സത്യം നമ്മെ സ്വതന്ത്രരാക്കുന്നു. എന്താണ് വചനം? എന്താണ് സത്യം? യോഹന്നാൻ തന്നെ 1-ാം അധ്യായത്തിൽ അത് വിവരിച്ചു പറഞ്ഞിട്ടുണ്ട്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. വചനവും സത്യവും നമ്മെ സ്വതന്ത്രരാക്കുന്നു. ഏതിൽ നിന്നൊക്കെയാണ് നമുക്ക് സ്വാതന്ത്ര്യം പ്രാപിക്കേണ്ടത്? മനുഷ്യരെ കുറിച്ച് നാം യഥാർത്ഥമായി ഒന്ന് ചിന്തിച്ചാൽ, ഒന്നിൽ നിന്ന് അല്ലെങ്കിൽ മറ്റൊന്നിൽ നിന്ന് അവർക്ക് സ്വാതന്ത്ര്യം ലഭിക്കേണ്ടിയിരിക്കുന്നു. നാം സ്വാതന്ത്ര്യമില്ലാത്തവരായിരിക്കുമ്പോൾ അടിമകളാകുന്നു. ഇവിടെ യേശു അവർ എന്തിന്റെ അടിമയായിരുന്നു എന്ന് 34-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസനാകുന്നു. ഒരു ദാസൻ അല്ലെങ്കിൽ അടിമയ്ക്ക് അവന്റെ ഇഷ്ടത്തിന് പോകുവാൻ കഴിയുകയില്ല. അവന്റെ മേളിൽ അവനറിയുന്ന അധികാരത്തിന്റെ ചോദ്യമുണ്ട്. എന്നാൽ പാപത്തെക്കുറിച്ച് പറയുമ്പോൾ പൗലോസ് ഇങ്ങനെ പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ഈ അടിമത്തത്തിൽ നിന്ന് നമുക്ക് ആർക്കും സ്വയം മോചിതരാകുവാൻ കഴിയുകയില്ല. എത്ര ശ്രമിച്ചിട്ടും എത്ര കരുതിയിരുന്നിട്ടും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പാപം നമ്മെ അധീനപ്പെടുത്തുന്നു. നാം നിരാശരാകുന്നു. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മളെല്ലാം പാപത്താൽ ഭരിക്കപ്പെടുന്നു. അത് കോപമോ ക്രോധമോ അത്യാഗ്രഹമോ അഹങ്കാരമോ അസൂയയോ മറ്റെന്തെങ്കിലും ആകട്ടെ, ഈ പാപം നമ്മെ ഭരിക്കുന്നു. ഇതിൽ നിന്ന് നമുക്ക് സ്വതന്ത്രമാകണമെങ്കിൽ യഥാർത്ഥ സത്യമായ യേശു ക്രിസ്തുവിനെ നാം അംഗീകരിക്കണം. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഈ സ്വാതന്ത്ര്യം സർവ്വലോകത്തിനും നൽകപ്പെട്ടിരിക്കുന്നു. ഈ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും നമ്മെ സ്വതന്ത്രനാക്കുവാനാണ് കർത്താവ് വന്നത്. ദൈവപുത്രൻ നമ്മെ സ്വതന്ത്രരാക്കുകയാണെങ്കിൽ നാം തീർച്ചയായും സ്വതന്ത്രരാകും. ഇതാണ് സത്യം. യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിൽ തരുന്ന ഈ സ്വാതന്ത്ര്യം യാത്രയുടെ അവസാനമല്ല, തുടക്കം മാത്രമാകുന്നു. ഈ സ്വാതന്ത്ര്യത്തിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ അവിടുത്തെ വചനത്തിൽ ആശ്രയിച്ച് ജീവിക്കേണ്ടതാകുന്നു. യേശു കർത്താവിൽ വിശ്വസിക്കുന്ന ഒരുവനാണ് ഈ സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ആ സ്വാതന്ത്ര്യത്തിൽ അന്ത്യം വരെയും ജീവിക്കുവാൻ യേശു കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഗലാത്യർ 5:1 പൗലോസ് പറഞ്ഞിരിക്കുന്നത്, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള പിതാവേ, പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ വീണ്ടെടുത്ത് സ്വതന്ത്രരാക്കിയതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഈ സ്വാതന്ത്ര്യത്തിൽ നിലനിന്നു പോകുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു.
കേൾക്കണമേ. ആമേൻ. നീ എൻ പേർക്കായി ചെയ്തതെല്ലാം നന്ദിയോടെന്നും ഞാൻ ഓർത്തിടുന്നു. എൻ സ്തുതി തന്നിൽ സുഗന്ധങ്ങളാ ഉയരുവാൻ സ്തോത്ര തരംഗങ്ങളാ. എൻ സ്തുതി തന്നിൽ സുഗന്ധ